നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് CBSEയിലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ വർഷം ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇത് ആൾജിബ്ര തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്താണ് ഈ വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. വേരിയബിൾ മീൻസ് നമ്മൾ നമ്പേഴ്സിന് പകരം നമുക്ക് അറിയാൻ വയ്യാത്ത നമ്പർ, അൺനോൺ നമ്പേഴ്സിന് പകരം നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സിനെ പറയുന്ന പേരാണ് വേരിയബിൾസ്. ഓക്കെ, അൺനോൺ നമ്പേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ്, നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു നമ്പർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേരിയബിൾസ് ഉപയോഗിക്കാം. വേരിയബിൾ ആയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ലെറ്റർ എക്സ് ആണ്. നമുക്കറിയാം എക്സ് എടുക്കാം, വൈ എടുക്കാം, എ എടുക്കാം, ബി എടുക്കാം, എം എടുക്കാം, എൻ എടുക്കാം. ഇങ്ങനെ ഏത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് വേരിയബിൾ ആയിട്ട് എടുക്കാം. വേരിയബിൾ എന്ന് പറയുന്ന വേർഡിന് മീനിങ് ദ വാല്യൂ വേരീസ് അല്ലെങ്കിൽ വാല്യൂ ചേഞ്ചസ് അല്ലെ. ഓരോ ക്വസ്റ്റ്യനിലും എക്സിൻ്റെ വാല്യൂ ഓരോന്നായിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ കണ്ടു. അതായത് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് എക്സിൻ്റെ വാല്യൂ ഓരോന്നായിരിക്കും. ചില ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ വാല്യൂ 3 ആയിരിക്കും, ചിലത് -5 ആയിരിക്കും, ചിലത് 10 ആയിരിക്കും. ഇങ്ങനെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ വേരിയബിൾസ് ഇതാണ്. അപ്പോൾ പിന്നെ വാല്യൂ വേരി ചെയ്യാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റന്റ് ടേംസ് എന്ന് പറയാം. കോൺസ്റ്റന്റ് 3, 5, 10 ഇതൊക്കെ കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ്. 3യുടെ വാല്യൂ എല്ലാ ക്വസ്റ്റ്യനിലും 3 തന്നെയാണ്. അല്ലാതെ 3യുടെ വാല്യൂ ഒരിക്കലും 5ലേക്ക് മാറില്ല. അപ്പോൾ 3യുടെ വാല്യൂ 3 തന്നെയാണ്, 5ന്റെ വാല്യൂ 5 തന്നെയാണ്. അത് കോൺസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ ഈ വേരിയബിൾസും കോൺസ്റ്റൻസും കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്രഷൻസ് എന്ന് പറയും. എക്സ്പ്രഷൻസ് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ 3x + 2 ഇതൊരു എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. നമ്മൾ ഇതിനകത്ത് വേരിയബിൾസും ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻസും ഉണ്ട്. രണ്ടിനെയും കൂടെ ചേർത്ത് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേഷനും കൂടി ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി നമ്മൾ 4ാമത് പഠിക്കാൻ പോകുന്ന ടേമാണ് ഇക്വേഷൻ എന്ന് പറയും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കണേ, ഈ 3x + 2ൻ്റെ കൂടെ ഒരു =5 കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു =2 കാണും. ആ =ൻ്റെ ലെഫ്റ്റ് സൈഡ് കാണും, ഇതിനെ LHS എന്ന് പറയാം. റൈറ്റ് സൈഡ് കാണും, അതിനെ RHS എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ പറഞ്ഞു. വേരിയബിൾ എന്താണ്, കോൺസ്റ്റന്റ് എന്താണ്, എക്സ്പ്രഷൻ എന്താണ്, ഇക്വേഷൻ എന്താണ്. ഇനി നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മളെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 7th മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരികയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഡിഗ്രി എന്ന് പറയാം. ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 3x² - 4x + 3 ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. പക്ഷേ നമുക്കിതിൽ പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് ലീനിയർ ഇക്വേഷൻ എന്നാണ്. ലീനിയർ ഇക്വേഷൻ മീൻസ് ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷനാണ് ലീനിയർ ഇക്വേഷൻ. ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷൻ. അതായത് എക്സിൻ്റെ മേളിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല, എക്സിൻ്റെ മേളിൽ ഒന്നും നമ്പേഴ്സ് വരില്ല, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ മേളിൽ നമ്പേഴ്സ് ഒന്നും വരില്ല. അങ്ങനെയുള്ളതാണ് ലീനിയർ ഇക്വേഷൻ. ഇനി ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതേപോലെ വരും. ഒരു വേരിയബിൾ മാത്രമേ വരൂ. നമുക്ക് ഈ ഇക്വേഷനകത്ത് 3x + 2 ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജനറൽ ഫോം ax + b = c. ഓക്കെ, ഇതാണ് ax + b = 0 എന്ന് നമുക്ക് പറയാം. ഇതാണ് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിൻ്റെ ജനറൽ ഫോം. ax + b = 0 അതാണ് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിൻ്റെ ഫോം, ജനറൽ ഫോം. ഇനി എന്താണ് 2 വേരിയബിൾ? അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വരും? ax + by + c = 0. ഫോർ എക്സാമ്പിൾ 3x + 2y + 5 = 0. ഇങ്ങനെ വരുന്നതാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ്. ഇത് നോക്കിയേ, 2 വേരിയബിൾസ്, ഒന്ന് എക്സ്, രണ്ടാമത്തെ വൈ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾസിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 9th വന്നപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ആ 8th പഠിച്ചതിനേക്കാളും സിമ്പിളാണ് ഇവിടെ 9th വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ലീനിയർ ഇക്വേഷൻ? നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ എന്താണ് മീനിങ് മനസ്സിലായല്ലോ. ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ മീൻസ് അതിൽ 2 വേരിയബിൾ കാണും, മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. വേരിയബിളിൻ്റെ മേളിൽ നമ്പർ ഒന്നും കാണില്ല. അതിനകത്ത് 2 വേരിയബിൾസ് കാണും. ഒന്നുകിൽ എയും ബിയും, അല്ലെങ്കിൽ എക്സും വൈയും, അല്ലെങ്കിൽ എമ്മും എന്നും, ഇങ്ങനെ വരുന്ന ഇതിൻ്റെ ഇതാണ്. ഇനി ഇതിൻ്റെ ജനറൽ ഫോമാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ ജനറൽ ഫോം. ax + by + c = 0 where a, b, c are real numbers and x and y are variables. എയും ബിയും 0 വരില്ല. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിൻ്റെ ജനറൽ ഫോം.
അപ്പോൾ ജനറൽ ഫോം നമ്മൾ എഴുതി. ഈ ജനറൽ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കും. നമുക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അത് ഒരു എങ്ങനെയെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് 4x + 3y + 2 = 0. ഇതൊരു ജനറൽ ഫോമാണ്. ഇത് ജനറൽ ഫോമാണ്. നോക്കി, ഇതിനകത്ത് ax ഉണ്ട്, by ഉണ്ട്, c ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, 0 ഉണ്ട്. ഒരു ജനറൽ ഫോമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇക്വേഷൻ്റെ ജനറൽ ഫോംസ് ഇതുപോലെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ടേം പഠിച്ചു, വേരിയബിൾ പഠിച്ചു, കോൺസ്റ്റന്റ് പഠിച്ചു, അതുപോലെ തന്നെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു, എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു. ഈ ഇക്വേഷനിൽ തന്നെ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ പഠിച്ചു, 2 വേരിയബിൾ പഠിച്ചു. ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഡിഗ്രി 1 ആയിട്ടുള്ള, അതായത് പവർ ഒന്നും വരാത്ത 2 വേരിയബിൾസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയാം. ഇനി ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നതെന്നാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ മീൻസ് സോൾവ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും എക്സിൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, x + 2 = 0 എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് x = -2 എന്ന് കിട്ടും. ഈ 2 എടുത്ത് അപ്പുറത്തും മതി അല്ലേ? അപ്പോൾ x = -2 എന്ന് കിട്ടും. ഇത് അതിൻ്റെ സൊല്യൂഷനാണ്. ഈ -2 എന്ന് പറഞ്ഞാൽ സൊല്യൂഷനാണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആണെങ്കിൽ ദേ ഹാവ് യുണീക്വലി വൺ സൊല്യൂഷൻ. ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സിന് ഒരു ഒറ്റ വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾസ് വന്നാൽ നമുക്ക് എക്സിന് ഇൻഫിനിറ്റ് വാല്യൂ കിട്ടും. എക്സിനെന്നല്ല, അതിനകത്തുള്ള അതിൻ്റെ സൊല്യൂഷൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. നമുക്ക് ഒരു ആൻസർ അല്ല കിട്ടുന്നത്, അനവധി ആൻസേഴ്സ് കിട്ടി. എത്ര വേണമെങ്കിലും എഴുതാം, എത്ര എഴുതിയാലും തീരില്ല. അതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഒരു ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കാണും. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 2x + y = 7. ഇതൊരു ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആണെന്ന് പറയുന്നത് കാരണം ഇതിന് 2 വേരിയബിൾസ് ഉണ്ട്. എക്സിനും വൈക്കും പവർ 0 ആണ്. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണല്ലോ. ഇനി ഇതിന് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം? ഇതിന് 2 വേരിയബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റ് x = 0. എക്സിനെ 0 എന്ന് എടുക്കുക. നമ്മൾ തന്നെ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എക്സിന് 0 എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 2 × 0 + y = 7. ദാറ്റ് ഈസ് y = 7. എന്തുകൊണ്ടാണ്? 2 × 0 0 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ 0, 7 എന്ന് എഴുതാം. 0, 7 ഈ സൊല്യൂഷൻ നമ്മൾ ശ്രദ്ധിക്കണം. എക്സിൻ്റെ വാല്യൂ ആദ്യവും വൈയുടെ വാല്യൂ രണ്ടാമതും കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ്, വൈയുടെ വാല്യൂ സെക്കൻഡ്, അങ്ങനെ കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. വെൻ x = 1 ഞാൻ കൊടുക്കുന്നു. x 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 × 1 + y = 7. അതായത് 2 + y = 7, y = 7 - 2 = 5. ദാറ്റ് ഈസ് 1, 5. ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1, 5 കിട്ടും. ഇപ്പോൾ എക്സിന് മാത്രമല്ല നമുക്ക് കൊടുക്കാവുന്നേ, നമുക്ക് വൈക്ക് ഒന്ന് കൊടുത്തു നോക്കാം. അതായത് y = 1 കൊടുത്തു നോക്കാം. y = 1 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും? 2x + 1 = 7 എന്ന് കിട്ടും. 2x = 7 - 1 ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. x = 6/2 3 എന്ന് കിട്ടും. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എക്സിൻ്റെ വാല്യൂ ആദ്യം, വൈയുടെ വാല്യൂ രണ്ടാമത്. 3, 1 ഈസ് എ സൊല്യൂഷൻ. ഇങ്ങനെ നമുക്ക് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് y, and if we choose the value of x or എന്താണ്, if we substitute the value of y, then we will get the corresponding value of x. നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് y വാല്യൂ കിട്ടും. വൈക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് x വാല്യൂ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ 0, 1, 2 നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഏത് നമ്പർ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു y വാല്യൂ നമുക്ക് കിട്ടും. സോ linear equation 2 variable has infinitely many solutions, but linear equation 1 variable has only one solution. നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചതിനകത്ത് എല്ലാത്തിലും സൊല്യൂഷൻ ഒരൊറ്റ ഒരു ആൻസറേ കിട്ടുന്നുണ്ടോ. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനും ആൻസറും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കൊരു ഇക്വേഷൻ തരും, നമ്മൾ തന്നെ വാല്യൂ കൊടുക്കുന്നു, നമ്മൾ തന്നെ ആൻസർ കണ്ടുപിടിക്കുന്നു. ഇതാണ് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എക്സസൈസും വളരെ സിമ്പിളാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സസൈസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചേക്കുക. എല്ലാവരോടൊന്ന് പറഞ്ഞേക്കുക, ഇങ്ങനെ ഒരു ക്ലാസ് യൂട്യൂബിലുണ്ട്, വളരെ എളുപ്പമാണെന്നുള്ള കാര്യം. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ കമൻറ്റിലൊന്ന് മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.